അതല്ലല്ലോ. എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിയിട്ട് അധികാര കസേരയിലേക്ക് കയറിയിരിക്കാനാണല്ലോ UDFന്റെ ഇപ്പോഴത്തെ ശ്രമം. അധികാര കസേര കൈയാളുക എന്ന മിനിമം അജണ്ടയല്ലാതെ VD സതീശനും കൂട്ടർക്കും വേറെ എന്തെങ്കിലും ഒരു അജണ്ടയുണ്ടെന്ന് തോന്നിയിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന നീക്കം പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ ഇവിടെ എന്തിനാണ് LDFനെതിരായിട്ട് പ്രചരണം നടത്തുന്നത്? നോക്കൂ, അവർ ഫാസിസ്റ്റ് നടപടികൾ ഓരോന്നായി സ്വീകരിക്കുകയാണ്. ഇതാണൊരു തുരുത്തുള്ളത് അതിനെ എതിർക്കാൻ. അപ്പോൾ ഇവിടുത്തെ എല്ലാ ആളുകളും അത് മനസ്സിലാക്കി പെരുമാറണ്ടേ? ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് കേന്ദ്രം ഭരിക്കുന്നത് ഫാസിസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഗവൺമെൻറ് ആണെന്നാണ്. അപ്പോൾ ചിലർ പറഞ്ഞു, എന്താ ഫാസിസ്റ്റ് എന്ന് തന്നെ പറഞ്ഞാൽ പോരെ? ചർച്ചയുണ്ട്. ഫാസിസ്റ്റ് എന്ന് പറയാം. ഫാസിസം പൂർണ്ണമാകുമ്പോൾ പിന്നെ ഒന്നുമില്ല, തെരഞ്ഞെടുപ്പില്ല, പ്രസിഡൻഷ്യലോ രാജഭരണമോ ഒക്കെ ആയിട്ട് മാറും. അതിലേക്കാണ് BJPയുടെ നീക്കം. അവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല, അവിടെ പത്രമാധ്യമങ്ങളില്ല, അവിടെ ചർച്ചയില്ല, പാർലമെൻ്റ് ഇല്ല. അതിലേക്ക് പോവുകയാണ്. അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം പൂർണ്ണമായിട്ടും നിലയ്ക്കപ്പെടും. പക്ഷേ ഇപ്പം തന്നെ പാർലമെൻറ്റിനെ നോക്കുകുത്തിയാക്കി അവരെടുക്കുന്ന തീരുമാനങ്ങൾ അസ്വസ്ഥത ഉളവാക്കുന്നതാണ്. ഇന്നലെ പറഞ്ഞു, വന്ദേ മാതരം ദേശീയ ഗീതം, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ ദേശീയ ഗാനം ജനഗണമന അത് രണ്ടാമതാക്കണം. കേൾക്കുമ്പോൾ ഇതെല്ലാം നിസ്സാരമായിട്ട് തോന്നും. നമ്മുടെ രാജ്യത്തോട് നമുക്കെല്ലാം കൂറുണ്ട്, ഈ രാജ്യത്തെ ചൊല്ലി സ്നേഹമുണ്ട്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്ന് കവി പാടിയത്. അങ്ങേയറ്റം ഉൾക്കൊള്ളുന്നവരാണ് നമ്മളെല്ലാം. ഇന്ത്യ നമ്മുടെ മാതൃഭൂമിയാണ്. അതിനോട് കൂറുള്ളത് കൊണ്ടാണ് അതിനെ വെട്ടിമുറിക്കാനും വർഗീയ ലഹളകളുടെ വിളനിലമാക്കി മാറ്റാനും അനുവദിക്കരുത് എന്ന് നമ്മൾ പറയുന്നത്. ഇത് സ്വാതന്ത്ര്യം കിട്ടി ഭരണഘടന എഴുതി തയ്യാറാക്കുമ്പോൾ 1950-കളിൽ തന്നെ ആ ഭരണഘടനാ നിർമ്മാണ സമിതിയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രമുഖ നേതാക്കളുമെല്ലാം ചർച്ച ചെയ്ത വിഷയമാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ജനഗണമന തീരുമാനിക്കപ്പെട്ടു. ആ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ നമുക്ക് അനൽപമായിട്ടുള്ളൊരു നിർവൃതിയാണ് ഉണ്ടാകുന്നത്. ഈ രാജ്യത്തെ എല്ലാ ഭാഗങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ടുള്ള പഞ്ചാബും സിന്ധും ഗുജറാത്തും മറാഠയും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഇന്ത്യ നമ്മുടെ ഇന്ത്യയാണ്, നമ്മുടെ രാജ്യമാണ്. ഇന്ത്യ നമ്മുടെ മാതൃഭൂമിയാണ്. എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ്. അവരുടെ യോഗക്ഷേമത്തിലും ഐശ്വര്യത്തിലുമാണ് നമ്മുടെ താല്പര്യമെന്ന പ്രതിജ്ഞ കൂടി ചെല്ലുമ്പോൾ ഇന്ത്യ നമ്മൾ ഒരു രാജ്യമായിട്ട് മാറുന്നു.